ഹായ് ഗായ്സ്, ഞാനിന്നൊരു കായുപ്പേരിയും കടച്ചക്ക മസാലക്കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ചെറുതായി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. ഉള്ളി നന്നായി വഴന്നു വരണം, അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായി വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേയിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഉള്ളി നന്നായി ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ 2 പച്ചമുളക് കീറിയതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. അത് മുളകിൻ്റെ ആ ഒരു പച്ചമണവും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർക്കുക. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റുക. ഈ മസാലകളുടെ എല്ലാം പച്ചമണം നന്നായി മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇളക്കിയിട്ടില്ലെങ്കിൽ മസാല എല്ലാം അടിപിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പച്ചമണം മാറുന്നത് വരെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ച് ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ആ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഇളക്കുക. 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചൊന്ന് ഇളക്കിയ ശേഷം വീണ്ടും ഒരു ഗ്ലാസ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം ചേർക്കണേ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ 1.5 സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. എന്നിട്ട് അത് നന്നായി ഇളക്കി ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുക. കറി നന്നായി തിളച്ച് ആ തക്കാളി എല്ലാം അതിലൊന്ന് നന്നായി കുറുകി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കഷ്ണം ചേർക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ കറി ഒന്ന് കുറേശ്ശെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ കഴുകി അരിഞ്ഞു വെച്ചിട്ടുള്ള കടച്ചക്ക ചേർത്ത് കൊടുക്കണം. നന്നായി തിളയ്ക്കട്ടെ. തിളച്ച ശേഷം ഈ കടച്ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കടച്ചക്ക എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പേര് പറയുക വെച്ചാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ പാലക്കാട് ഭാഗത്തൊക്കെ ഇതിന് കടച്ചക്ക എന്നാണ് പറയുക. പല നാട്ടുകളിലും പല പേരുകളിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏത് പേരിലാണ് പറയുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഈ കഷ്ണം എല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ കറി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കായപ്പേര് റെഡിയാക്കാം. ഞാൻ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം. അപ്പോൾ ചട്ടി നന്നായി ചൂടാവട്ടെ. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടെ തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്ന രീതിയാണ് അത്. അതിൻ്റെ ഇടയ്ക്ക് കറി ഒന്ന് നോക്കാൻ പോകുന്നുണ്ട്. കഷ്ണം എന്തോന്നൊന്നും നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അതും അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി എല്ലാ മസാലകളും കഷ്ണത്തിലേക്ക് പിടിക്കത്തക്ക രീതിയിലൊന്ന് ഇളക്കിയിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ച് വേവിക്കുക. രണ്ടും ഒപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കായ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഞാനിതിലൊന്നും വെള്ളം ചേർക്കാറില്ല കേട്ടോ. ഇവിടെ ഉപ്പേരികൾ വെക്കുമ്പോൾ അതിൽ ചിലവർ നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെള്ളം കളഞ്ഞ് വറുത്തിടും, ചിലവർ വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. അങ്ങനെ ഇവിടെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് വെള്ളം ചേർക്കില്ല. ഇനി അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് ആവിയിലാണ് ഞാൻ വേവിക്കാറ്. അങ്ങനെ വേവിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതിനിടയ്ക്ക് ഞാൻ കറിയിലേക്കൊന്ന് എത്തി നോക്കി കേട്ടോ. കറി തിളച്ച് വരുന്നേ ഉള്ളൂ. നന്നായി തിളച്ച് അതിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ച് കുറുകി വരണം കേട്ടോ. ഞാനിതിൽ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല.
നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ടും ഇങ്ങനെ കറി ഉണ്ടാക്കാം. മസാല നമ്മൾ ചിക്കനൊക്കെ തേങ്ങ വറുത്തരച്ച് വെക്കില്ലേ, അതുപോലെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അതിൽ തേങ്ങ വറുത്തരയ്ക്കുന്നില്ല. ഇതിനിടയ്ക്ക് കായ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് അടി പിടിക്കും. അപ്പോൾ അതും അതിനിടയ്ക്ക് ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, അത് ചീനച്ചട്ടിയിൽ അടി പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ആവിയിലിരുന്ന് വെന്ത് ആവുന്നത് വരെ ഞാനത് അടച്ച് വയ്ക്കും. അടച്ച് വെച്ച് വേവിക്കാറാണ് പതിവ്. അപ്പോൾ അതവിടെ ഇരുന്ന് ആവട്ടെ. അന്നേരം കൊണ്ട് നമ്മുടെ കറി ഒന്ന് കഷ്ണമൊക്കെ കുറേശ്ശെ വെന്ത് വന്നിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. കാരണം എല്ലാ ഭാഗത്തും നമുക്ക് മസാലകളെല്ലാം പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒന്നും കൂടെ നമ്മൾ നന്നായി ഇളക്കി വേവിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കറി ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പേരിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അതൊന്ന് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ. കാരണം നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് അത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ അടച്ച് വെക്കുകയാണ്. ഇനി നമ്മുടെ കറിയിലോട്ട് പോവാം. കറി നല്ല കുറുകി വന്നിട്ടുണ്ട്. കഷ്ണമെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാത്തത് കൊണ്ട് തന്നെ കറി കുറച്ചും കൂടെ ചാറ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ട്രിക്ക് ഞാൻ പ്രയോഗിക്കാറുണ്ട് കേട്ടോ. അതായത് തേങ്ങ ചേർക്കില്ല. തേങ്ങയ്ക്ക് പകരം നമുക്കതിലേക്ക് കറി കുറച്ചും കൂടെ നീട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഞാനതിൽ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ കഴുകി ഒഴിച്ചു കൊടുക്കും. ഇനി ഈ കറി നമ്മൾ കോൺഫ്ലവർ ചേർത്ത ശേഷം ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ച് അതിൻ്റെ ആ ഒരു പച്ച ചുവ മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് കറി ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനതെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്ത് ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം. എനിക്ക് ഉപ്പ് അധികം ആവശ്യമില്ല. ഞങ്ങളിവിടെ അധികം ഉപ്പ് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഉപ്പ് പാകത്തിനാണ്. നിങ്ങൾ അതൊക്കെ നോക്കണം, നിങ്ങൾക്ക് ഉപ്പ് വേണ്ടവർ. ലാസ്റ്റ് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കി കൊടുക്കും. എന്നിട്ട് ഈ ഇതെല്ലാം മസാലകൾ ചേർത്ത ശേഷം ഒന്നും കൂടെ കറി തിളപ്പിക്കും. തിളച്ച ശേഷം മാത്രമാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാറ്. കറി തിളച്ച് വന്നു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുക, കുറച്ച് മല്ലിയില ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇലകളെല്ലാം അതിലേക്ക് നന്നായി മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ മുകളിൽ. ചിലവരതിൽ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിടും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള കടച്ചക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.